കറക്റ്റ് 8 മണിയായപ്പോഴത്തേ നല്ല മഴ വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ എന്തേ ഡൈനിങ് ടേബിളൊക്കെ നോക്കി ഇങ്ങനെ ഭംഗി ആസ്വദിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരാളൊന്ന് സെറ്റ് ചെയ്യുമ്പോൾ ഒന്ന് കിടന്നിട്ടുണ്ട് കേട്ടോ. ആളുടെ കണ്ണ് വഴുക്കുന്നുണ്ട്. 2 ദിവസമായി. അപ്പോൾ ഞാനത് തണുത്ത വെള്ളത്തിൽ തുണിയൊക്കെ മുക്കിയിട്ട് ഒന്ന് തൂത്ത് കൊടുത്തിട്ടാ. അപ്പോൾ ആൾക്ക് വലിയ താല്പര്യമൊന്നുമില്ല. പിന്നെ ഞാൻ പിടിച്ചിരുത്തി അങ്ങോട്ട് തൂത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇന്ന് ആൾക്ക് ബൂസ്റ്റ് വേണ്ട, എനിക്ക് ചായ മതി മഞ്ജു എന്നാണ് പറഞ്ഞത്. അതേ ഒരു കണ്ണിൽ നല്ല ചുമപ്പുണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ പിന്നെ ചായ വെക്കാൻ പോയി. ഇന്ന് അല്ലെങ്കിൽ ഞാൻ ബൂസ്റ്റാട്ടോ കൊടുക്കാറ്. അപ്പോൾ ഞാൻ ഈ പാല് നമുക്ക് ചൂടാക്കാൻ പാടില്ല, ഒരുപാട് തിളപ്പിക്കാനൊന്നും പാടില്ല. അപ്പം ഞാൻ വെള്ളം ഒഴിച്ച് പൊടി ഇട്ടിട്ട് അതിനകത്തേട്ട് പാലൊഴിച്ചാട്ടോ എടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇന്നലെ ഡൈനിങ് ടേബിൾ വാങ്ങിയ ക്ലാസ്സിലാട്ടോ കൊണ്ടുപോയി കൊടുത്തത് ആൾക്ക്. അപ്പോൾ പുറത്ത് നല്ല കാറ്റാട്ടോ. അപ്പോൾ ഞാൻ അവന് ചായയൊക്കെ കൊടുത്തുകൊണ്ട് ഞാൻ ബെഡൊക്കെ ഒന്ന് സെറ്റാക്കി ഇടാൻ വിചാരിച്ചു. അപ്പോൾ പൊടിയൊക്കെ തട്ടി ഒന്ന് സെറ്റാക്കി ഇട്ടു. അത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് കുറച്ച് പുതിയ ഡ്രസ്സുകൾ ഒന്ന് ക്വിക്കിലിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പുറത്താട്ടോ ഈ മിഷൻ വയ്ക്കണത്. അപ്പോൾ നമ്മൾ ആ ഷീറ്റിട്ട് മൂടിയൊക്കെയാണ് ചെയ്യണം മഴ നനയായിരിക്കും. അടുത്ത സെറ്റ് നനഞ്ഞ തുണി കയറ്റണതിന് മുന്നേ ജനലൊക്കെ ഒന്ന് ഫ്രീ ഒക്കെ ആക്കിയിട്ടുണ്ട്. പിന്നെ ഞാൻ അവന് രാവിലെ മീൻ പൊരിച്ചും ചോറും കൊടുക്കാമെന്നായിട്ട് വിചാരിക്കണേ. കാരണം ഞാനിന്ന് ചായക്കടി ഒന്നും ഉണ്ടാക്കിയില്ല, ആർക്കും വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ ഞാൻ വെറുതെ കഷ്ടപ്പെടണ്ടല്ലോ. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മറിച്ചിട്ട് ഓരോരോ രീതിയിൽ സെറ്റ് ചെയ്ത് നോക്കി. പിന്നെ ഞാൻ അവന് മോട്ടും പാട്ടുപാട്ടൊന്നും മതി എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ നേരെ അടിച്ചു വരാൻ ഇറങ്ങിയിട്ടു. ഇല്ലെങ്കിൽ ഞാനും അതവിടെ കണ്ടിരുന്നു. ഇപ്പം എന്തോ കാർട്ടൂണൊക്കെ കണ്ടിരിക്കും ഞാൻ. പിന്നെ നേരത്തെ അടിച്ചു വരാൻ നല്ല സുഖമായിരുന്നു. എല്ലാം ഫ്രീ ആയിട്ട് എടുക്കണോണ്ട് ഫ്രീ ആയിട്ട് അങ്ങനെ അടിച്ചു ചെയ്തായിരുന്നു. ഇപ്പം ഇങ്ങനെ അടിയിൽ നിന്ന് വലിച്ച് മാറ്റി അടിക്കണം, എന്തൊക്കെ പരിപാടികളാണ്. പക്ഷെ എനിക്ക് ഈ ഡൈനിങ് ടേബിളിൻ്റെ ലുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട്, ആ ചെയറാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത്. അപ്പോൾ ഇത് ഇത്രയുള്ളൂ ഗൈസ്. ബൈ.